സംസ്ഥാനത്ത് കാലവർഷം സജീവമാകുന്നു. അടുത്ത 7 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യത. 9 ജില്ലകളിൽ യെല്ലോ അലർട്ട്. വടക്കു പടിഞ്ഞാറൻ കാറ്റും ശക്തമാകും. 50 മുതൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യത. ഇടുക്കി, കല്ലാർകുട്ടി, പാംബ്ല ഡാമുകൾ തുറക്കും. പെരിയാറിന്റെ തീരത്ത് ജാഗ്രതാ നിർദ്ദേശം. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. പുറംകടലിൽ തകർന്ന ചരക്കുകപ്പലിലെത്തി 3-ാം ദിവസവും അണയ്ക്കാനാകുന്നില്ല. കൂടുതൽ കണ്ടെയ്നറുകൾ കത്തുന്നു. ഇന്ധന ടാങ്കിലേക്ക് തീ പടരുമോ എന്ന ആശങ്ക. കോസ്റ്റ് ഗാർഡിന്റെ 3 കപ്പലുകൾ പുലർച്ചെ വരെ ദൗത്യം തുടർന്നു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ഘട്ടത്തിലേക്ക്. വോട്ടുറപ്പിക്കാൻ ശക്തമായ പ്രചരണത്തിൽ സ്ഥാനാർത്ഥികൾ. UDFന്റെ മുതിർന്ന നേതാക്കൾ നിലമ്പൂരിൽ. സ്വരാജിനായി 11 മന്ത്രിമാരും കളത്തിൽ. സ്വകാര്യ സന്ദർശനങ്ങളിൽ വോട്ടുറപ്പിക്കാൻ PV അൻവർ. ഇന്ത്യൻ വ്യോമസേന ക്യാപ്റ്റൻ ശുഭാൻഷു ശുക്ല അടക്കമുള്ളവരുടെ ബഹിരാകാശ ദൗത്യം ഇനിയും വൈകും. റോക്കറ്റിന് സാങ്കേതിക പ്രശ്നങ്ങൾ. ആക്സിയം 4 ദൗത്യത്തിന്റെ തീയതി സ്പേസ് എക്സ് പിന്നീട് തീരുമാനിക്കും. റാപ്പർ വേടന്റെ പാട്ട് പാഠ്യവിഷയത്തിൽ ഉൾപ്പെടുത്തി കാലിക്കറ്റ്, കണ്ണൂർ സർവകലാശാലകൾ. വേടന്റെ പാട്ട് കാലിക്കറ്റ് സർവകലാശാലയിൽ 4 വർഷ ബിരുദ പ്രോഗ്രാമിൽ മലയാളം 4-ാം സെമസ്റ്ററിൽ. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ ഇന്ന്. മത്സരം ലോർഡ്സിൽ ഇന്ത്യൻ സമയം ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ. കിരീടം നിലനിർത്താൻ ഓസീസ്. ആദ്യ കിരീടം തേടി ദക്ഷിണാഫ്രിക്ക. ലോകകപ്പ് യോഗ്യതാ റൗണ്ടിൽ ബ്രസീൽ പരാഗ്വേയും അർജന്റീന കൊളംബിയയും നേരിടുന്നു. കൊളംബിയ 1 ഗോളിന് മുന്നിൽ.